സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റിയാദിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി അറിയിച്ചു. 20 വർഷത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. സൗദിയിലെ സർക്കാർ മേഖല പെരുന്നാൾ അവധിയിലേക്ക് പ്രവേശിച്ചുവെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ പ്രവർത്തിക്കുമെന്നാണ് ഔദ്യോഗികമായി കിട്ടിയ വിവരം. വാരാന്ത്യ അവധി കഴിഞ്ഞ് ഞായറാഴ്ച മുതൽ നടപടികൾ മുന്നോട്ട് നീങ്ങുമെന്നാണ് പ്രതീക്ഷ. MS സനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ജയിൽ മോചിതനായി, പക്ഷേ അപ്പോഴും നാട്ടിലേക്ക് എത്തുക എന്നുള്ളത് ഒരു കടമ്പയായി നിൽക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിന് തടസ്സം? ഇത് അതിജീവിച്ചുകൊണ്ട് എപ്പോഴേക്ക് അബ്ദുൾ റഹീമിൻ നാട്ടിലേക്ക് വരാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ജയിലിലെ ശിക്ഷാ കാലാവധി 2 വർഷം മുമ്പ് അവസാനിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് സൗദിയിൽ നിന്നും നിയമസഹായ സമിതി അറിയിക്കുന്നത്. 20 വർഷത്തെ ശിക്ഷാ കാലാവധിയാണ് നേരത്തെ പൂർത്തിയായത്. ആദ്യം കോടതി വധശിക്ഷ വിധിച്ചുവെങ്കിലും പിന്നീട് 34 കോടി രൂപ ദിയാദനം നൽകുന്നതോടുകൂടിയാണ് സൗദി ബാലൻ്റെ കുടുംബം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. പക്ഷേ അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമ്പോഴും പൊതു നിയമം അനുസരിച്ചുള്ള ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്നു. അങ്ങനെയാണ് 20 വർഷം കാലാവധിയായി നിശ്ചയിച്ചത്. അദ്ദേഹം ഈ ദിയാദനം നൽകുന്ന 34 കോടി രൂപ നൽകുന്ന 1 വർഷം മുമ്പ് 19 വർഷം ജയിലിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് 20 വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങാം എന്നാണ് കൃത്യമായി തന്നെ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത്. ഇതനുസരിച്ച് 20 വർഷം പൂർത്തിയായെങ്കിലും ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് സൗദിയിൽ നിന്നും നൽകുന്ന വിവരം. സൗദിയിലെ പ്രധാന സർക്കാർ ഓഫീസുകൾ ഈ അവധിയിലേക്ക്, പെരുന്നാൾ അവധിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്നാലും ആ ഒരു സാഹചര്യത്തിലും ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്തായാലും ഈ വാരാന്ത്യം കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് അറിയിക്കുന്നത്. ഈ മോചന നടപടിക്രമങ്ങൾ ഏതാണ്ട് ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നിയമസഭാ സമിതി അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. ജയിലിൽ നിന്നുള്ള വിടുതൽ നടപടികൾ പൂർത്തിയായ ശേഷം എമർജൻസി സർട്ടിഫിക്കറ്റിൽ എക്സിറ്റ് ലഭിക്കണം. എക്സിറ്റ് വിസ ലഭിച്ചാൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ശിക്ഷാ കാലാവധി പുറത്തേക്ക് ഇറങ്ങുന്നവർ സൗദിയുടെ മറ്റൊരു സ്ഥലങ്ങളിലും പ്രവേശിക്കാൻ കഴിയില്ല. ഈ ഡീപോർട്ട് സെൻ്ററുകളിലേക്കാവും ഒരുപക്ഷെ നേരിട്ട് അവരെ അയക്കുക. ചിലപ്പോൾ ഈ ജയിലിൽ നിന്ന് തന്നെ എയർപോർട്ടിലേക്ക് അയച്ച് അവിടെ നിന്നും അവരവരുടെ നാടുകളിലേക്ക് അയക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ പെരുന്നാൾ അവധിയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് വിസ നടപടിക്രമങ്ങളെ ബാധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ത്യൻ എംബസിയും അഭിഭാഷകരും പവർ ഓഫ് അറ്റോർണിയും നിയമസഹായ സമിതിയും ഒക്കെ വളരെ സജീവമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വൈകൽ, അതായത് 1-2 ദിവസം കഴിയുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ 1 ആഴ്ച വരെ വേണ്ടി വരുന്ന ഈ കാലയളവ് ഒരു അസ്വാഭാവികമായി ഒന്നും കരുതേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. ദീർഘനാളുകളായ കേസാണ്. അതുകൊണ്ട് നടപടിക്രമങ്ങൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് അല്പം എഴുച്ചിൽ ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. എന്തായാലും ഔദ്യോഗികമായി തന്നെ അബ്ദുൾ റഹീമിൻ്റെ ശിക്ഷാ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ജയിൽ മോചിതനാവാനുള്ള കടലാസ് MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.